ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങ, അതായത് മാങ്ങ ഉണക്കിയത്, അടമാങ്ങ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അച്ചാറ് പോലെ, ഇത് ഞാൻ ഗ്രേവി ഇട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തീർച്ചയായിട്ടും അടമാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാങ്ങയ്ക്ക് വേണ്ടി ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കായമാണ്, കായമില്ലെങ്കിൽ കായപ്പൊടി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ആദ്യം ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ 2-3 ചെറിയ കനം കുറഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി, മുളക് പൊടി എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇതുപോലെ കുറച്ച് ഉലുവാപ്പൊടി, കായം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കൂട്ടിട്ട് വെച്ചിരിക്കുന്നു. വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മാങ്ങ എല്ലാം നമുക്കതിലേക്ക് പെറുക്കിയിടാം. ഇപ്പം നമ്മുടെ അടമാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഉപ്പും പുളിയെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇത് ഞാൻ ആ വെള്ളം പകുതിയോളം, കുതുക്കാനിട്ട വെള്ളം പകുതിയോളം എടുത്തു. ഇത്രയും ഇതായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ, ഡ്രൈ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. മസാലയ്ക്കകത്ത് പുരട്ടിയും എടുത്താൽ മതി. ഈ സമയം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പം ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകി വരും. ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് മസാല എല്ലാം മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ ഈ മാങ്ങ എല്ലാം പെറുക്കിയിട്ട് കൊടുത്ത് എടുത്താൽ മതി. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.